عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. صدق الله العلي العظيم. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഉബൈദുള്ള തങ്ങൾ, സുന്നി യുവന സംഘത്തിൻ്റെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ KMCCയുടെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടനകളുടെ നേതാക്കൾ, പ്രവർത്തകർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒത്തുചേരൽ ഒരു സാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. കുല്ലു ഷൈഇൻ ഇൻദഹു ബിമിഖ്ദാർ. ഓരോ കാര്യങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. പുണ്യമായ റമളാൻ മാസത്തിൻ്റെ നടുവിലെ 10-ലാണ്, അതിൻ്റെ തുടക്കത്തിലാണ് നമ്മുടെ ഈ പരിപാടി അല്ലാഹു നിശ്ചയിച്ചത്. വിപുലമായ പരിപാടി നടക്കണം എന്ന് നമ്മുടെ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. ഖൈറാണെങ്കിൽ അല്ലാഹു അടുപ്പിച്ചു തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്യും. ആദം നബി അലൈഹിസ്സലാം തൊട്ട് 1.25 ലക്ഷം വരുന്ന പ്രവാചകന്മാർ, അവർക്ക് അല്ലാഹു നേരായ മാർഗം കാണിച്ചു കൊടുത്തു, വഹി നൽകി, വഹിയിന് സപ്പോർട്ടായി ഒരു ഗ്രന്ഥവും നൽകി. 1.25 ലക്ഷം ആളുകൾക്ക് എവിടെയാണ് ഗ്രന്ഥം എന്ന് ചോദിച്ചാൽ, ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയ 10 ഏട്, ആ ഏട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ 700 വർഷക്കാലം മക്കളും പേരമക്കളുമായി വന്ന അവർ കൈകാര്യം ചെയ്തത്. അതനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളാൻ അവരോട് പറഞ്ഞു എന്ന് ചുരുക്കം. അപ്പോൾ എല്ലാവർക്കും ഓരോ കിതാബുകൾ നൽകപ്പെട്ടിട്ടില്ല. എന്നാൽ അവർക്ക് അല്ലാഹു നബുവത്ത് നൽകി, വഹി നൽകി, അതോടൊപ്പം സപ്പോർട്ടിനായി ഒരു കൈ പുസ്തകവും നൽകി. മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പ്രവാചകനായി നിശ്ചയിച്ചപ്പോൾ അദ്ദേഹത്തിനാണ് വലിയ കിതാബ് നൽകിയത്, അതാണ് തൗറാത്ത്. ആ തൗറാത്ത് വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ വരണം തുരി സൈനാ മലയിലേക്ക്. തുരി സൈനാ മലയിലേക്ക് അദ്ദേഹം ചെന്നു. തൻ്റെ കൂടെയുണ്ടായിരുന്ന കുറേ ആളുകളും എല്ലാവരും കൂടി അല്ലാഹു നൽകിയ ഗ്രന്ഥം വഹീന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് കൈപ്പറ്റി. പിന്നെ കുറേ കാലത്തിന് കിതാബ് ഉണ്ടായിട്ടില്ല എന്നല്ല, പിന്നീട് വന്നവർക്കൊക്കെ കിതാബ് മൂസാ നബിക്ക് നൽകപ്പെട്ട തൗറാത്ത് തന്നെയാണ്. യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ. യഹ്യ നബി, ശക്തമായ നിലയിൽ നിങ്ങൾ ഈ കിതാബ് കൈപ്പറ്റണം എന്ന് പറഞ്ഞ കിതാബ് തൗറാത്ത് തന്നെയാണ്. യഹ്കുമു ബിഹൻ നബിയൂൻ. 10,000-കണക്കിലുള്ള ആലിമീങ്ങളായ ആ കാലത്തുള്ള അമ്പിയാക്കന്മാർ കൈകാര്യം ചെയ്തത് മൂസാ നബിക്ക് കൊടുത്ത ഈ കിതാബ് തന്നെയാണ്. ഓരോരുത്തർക്കും ഒരു കിതാബ് വേണ്ടതില്ല എന്നർത്ഥം. അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുത്ത കിതാബ് തന്നെ എല്ലാവർക്കും ബാധകമാണ്. പിന്നെ സബൂറും ഇഞ്ചീലും അത് തൗറാത്തിൻ്റെ നിഴലിൽ തന്നെയാണ്. അതിലുള്ള ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ, ചെറിയ ഉപദേശങ്ങൾ, അത്രയേ ഉള്ളൂ. പരിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല. ഹിറായിൽ തങ്ങൾ താമസിക്ക ആ സന്ദർഭം തങ്ങളിലേക്ക് വഹി ഇറങ്ങി. ഇഖ്റ ബിസ്മി കൊണ്ടാണ് തുടങ്ങിയത്. യഥാർത്ഥത്തിൽ ഖുർആന്റെ തുടക്കം അതല്ല, ഖുർആന്റെ നുസൂലിൻ്റെ തുടക്കമാണ്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതിൻ്റെ തുടക്കം. ഖുർആന്റെ തുടക്കം ഫാത്തിഹ സൂറത്ത് മുതലാണ്. ഖുർആൻ അവസാനിക്കുന്നത് ഖുൽ അഊദു ബിറബ്ബിന്നാസ് കൊണ്ടാണ്. വഹയിൻ്റെ അവതരണത്തിൻ്റെ അവസാനം
വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്ന ദിവസം നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം എന്ന ആയത്താണ്. ആ ആയത്തിറങ്ങിയിട്ട് തങ്ങൾ ഒരാഴ്ച അല്ലെങ്കിൽ 3 ദിവസം അല്ലെങ്കിൽ 1 ദിവസം അല്ലെങ്കിൽ ഏതാണ്ട് മണിക്കൂറുകൾ മാത്രമാണ് ജീവിച്ചത്. അതിനിടയിൽ പലപ്പോഴായി ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരും. ഈ പുണ്യമായ റമദാനിൽ ഏറെ വരും. എന്നിട്ട് ഫയ്യാസുൽ ഖുർആൻ തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മുദാറസത്ത്, തങ്ങൾ അങ്ങോട്ടും ഓതിക്കൊടുക്കും, ജിബ്രീൽ ഇങ്ങോട്ടും. അത് 23 വർഷക്കാലവും ജിബ്രീൽ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം ഖുർആൻ അവതരിപ്പിക്കാൻ വേണ്ടി വന്നു, പിന്നെ അതുവരെ ഇറങ്ങിയത് ഒന്നുകൂടി പാരായണം ചെയ്തു കൊടുക്കാം. പിറ്റത്തെ കൊല്ലത്തിൽ അതിലേക്ക് കൂട്ടേണ്ടത് കൂട്ടിയിട്ട് ഓതിക്കൊടുക്കാൻ. അങ്ങനെ 23 വർഷക്കാലം വന്നു. അവസാനം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ 90 ദിവസം മുമ്പാണ് ലോക മുസ്ലിങ്ങളോട് വിടവാങ്ങൽ പ്രസംഗം. അതാണ് ഹജ്ജത്തുൽ വിദാ. ഒരൊറ്റ ഹജ്ജ് മാത്രമാണ് തങ്ങൾ ഇസ്ലാം നുബുവത്തിന് ശേഷം ചെയ്തത്. അതിനു മുമ്പ് പലപ്പോഴും കുടുംബത്തിൽപ്പെട്ട ആളുകളോടൊപ്പം നുബുവത്തിന് മുമ്പ് ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഒറ്റവരെ ഒന്ന് മാത്രം. അതിൽ തങ്ങളോടുകൂടെ ഹജ്ജിൽ പങ്കെടുത്തത് 1.25 ലക്ഷം വരുന്ന സഹാബിമാർ, 1.25 ലക്ഷം വരുന്ന അംബിയാ മുർസലുകൾ നൽകിയ സന്ദേശം പോലെ റസൂലുള്ളാഹ് ഈ കാര്യം മുഴുവനായി അവരെ ബോധിപ്പിച്ചു. ചുരുങ്ങിയ പദങ്ങളിൽ 8 മിനിറ്റ് കൊണ്ട്, ഏറിയ 10 മിനിറ്റ് തങ്ങളുടെ പ്രസംഗത 3 പ്രാവശ്യം. ഒന്ന് അറഫയിൽ വെച്ച്, ഒന്ന് ഹജ്ജുൽ അക്ബർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹജ്ജിൻ്റെ ദിവസം, നെഹറിൻ്റെ ദിവസം, വലിയ പെരുന്നാൾ, പിന്നെ അയ്യാമുൽ തശ്രീഖ്. ആ സന്ദർഭത്തിലൊക്കെ പറഞ്ഞത് തങ്ങൾ ഒരു മനുഷ്യൻ്റെ അഭിമാനത്തെ പറ്റിയാണ്. അഭിമാനം ക്ഷതപ്പെടുത്തിക്കൂടാ, ഒരു മനുഷ്യനെ മാനം കെടുത്താൻ പാടില്ല, ഒരു മനുഷ്യൻ്റെ രക്തം കുത്തിയൊലിപ്പിച്ചുകൂടാ, ഒരു മനുഷ്യൻ്റെ സമ്പത്ത് അപഹരിച്ചെടുത്തുകൂടാ. ലോകത്തുള്ള ജനങ്ങൾ ഒരാവർത്തിയല്ല, ഒരു 100 ആവർത്തി വായിക്കേണ്ട കാര്യമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫല്യുബല്ലിഗ് ഷാഹിദുൽ ഗൈബ്, ഇവിടെയുള്ളവർ ഇല്ലാത്തവർക്ക് ഈ മെസ്സേജ് എത്തിച്ചു കൊടുക്കണം. അപ്പോൾ 1.25 ലക്ഷം ആളുകൾ തങ്ങൾ പറയുന്ന പ്രസംഗം കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരും അത് കേട്ടത് കേൾക്കാത്തവർക്ക് എത്തിച്ചു കൊടുക്കും. സഹാബിമാർ മനസ്സിലാക്കി ഇത് മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ മെസ്സേജ് എത്തിക്കണം. അതിനു വേണ്ടിയാണ് സഹാബിമാർ പോയത്. അംർ ഇബ്നുൽ ആസി റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഈജിപ്തിലേക്ക് പോയി. ഈജിപ്തിൽ പോയത് എത്ര ആളാണെന്നറിയില്ല. അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് 5000 പേരാണ്. ജന്നത്തുൽ ബഖീയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് 10000 പേർ. മക്കത്തും പരിസരത്തുമായി 2000. ഇന്ന് കുഴപ്പം നടക്കുന്ന സിറിയയിൽ, ഇറാഖിൽ, അവിടങ്ങളിലൊക്കെ 2000 വീതം സഹാബിമാർ. കേരളത്തിലും സഹാബിമാർ വന്ന് മാലിക്കുദ്ദീനാർ മക്കത്ത് സ്ഥലമില്ലായിട്ടല്ല, മദീനത്ത് തങ്ങളുടെ സമീപത്ത് താമസിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, ബല്ലിഗു അന്നി വലുവായ ഒരായത്തെങ്കിലും നിങ്ങൾ എന്നെ തൊട്ട് എത്തിച്ചു കൊടുക്കണം ഷഫീന റസൂലുള്ളാഹി. അതിനു വേണ്ടിയാ പോയത്. ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസി തങ്ങൾ അവറുകൾ ചൈനയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. എത്ര അകലുണ്ട് ഇവിടുന്ന് അങ്ങോട്ട്? 8 മണിക്കൂർ നേരം യാത്ര ചെയ്താലാണ്, പ്ലെയിൻ യാത്ര ചെയ്താൽ അവിടെ എത്തുക. അന്ന് അവരെങ്ങനെ യാത്ര ചെയ്തത്? അദ്ദേഹത്തിൻ്റെ മക്കളും കുട്ടികളും ഒക്കെ അവിടെ ഇരുന്നു. അവരൊക്കെ നാട്ടിങ്ങോട്ട് മടങ്ങി. ജിദ്ദിയിൽ കുറേ ആസി കുടുംബങ്ങളുണ്ട്. ഇന്നും ഇവിടെ ഒരുപാട് ഉയർന്ന ജോലികളിലുള്ളവരുണ്ട്. ഞാൻ മുമ്പ് അവരുമായി മീറ്റ് ചെയ്തിട്ടുണ്ട്, സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പോയവർ കുറേ അവിടെ നിന്നു, കുറേ ആൾ നിന്ന് മടങ്ങി. വാപ്പ അവിടെ നിന്നു, മക്കൾ മടങ്ങി, മക്കൾ നിന്നു, വാപ്പ മടങ്ങി. ദീനിൻ്റെ മെസ്സേജ് സകല ആളുകൾക്കും എത്തിച്ചു കൊടുക്കാനുള്ള വഴി അത് കാണിച്ചു കൊടുത്തു എന്നർത്ഥം. ഇതുവരെ ഈ പ്രവർത്തനങ്ങളൊക്കെ കേരളത്തിലേക്ക് അങ്ങോട്ട് വരിയിരുന്നു, ചൈനയിലേക്ക് അങ്ങോട്ട് വരിയിരുന്നു, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വരികയായിരുന്നു. ഇപ്പോൾ
ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ സൂചിപ്പിച്ചതുപോലെ ലോകത്ത് മുഴുവനും നമ്മുടെ മക്കൾ. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ മഹ്ദിമാമ് വരുമ്പോൾ എൻ്റെ പതാക അയാളിൽ കേൾപ്പിക്കും എന്ന് പറഞ്ഞത് കുറ്റസന്താരിയും ഇവിടെ പറഞ്ഞല്ലോ. അത് മൂപ്പര് കോഴിക്കോട് വരുമ്പോഴല്ല, അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ എവിടെയൊക്കെ ആളുകളുണ്ടോ അവിടെയൊക്കെ എത്തിക്കണം എൻ്റെ മക്കൾ എന്ന വലിയ ഒരു കുത്തുബായിരുന്ന ഒരു വലിയായിരുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പ്രവർത്തനമാണ് അടുത്ത 2 മാസം മുമ്പ് നമ്മൾ കണ്ടത്. ഇപ്പുറത്തൊരു കടല്, സമുദ്രം, അതിൻ്റെ അപ്പുറത്തൊരു മനുഷ്യക്കടൽ. എത്രയാണ് അതിൻ്റെ വലിപ്പം? 4 കിലോമീറ്റർ 5 കിലോമീറ്റർ എന്നുള്ളത്. ഭരണകക്ഷികളിൽപ്പെട്ടവരും പ്രതിപക്ഷത്തുള്ളവരും ഒക്കെ വന്ന് നമ്മളെ കൂടെ സംസാരിച്ചിട്ടുണ്ട്. ഓല് പറഞ്ഞു ഇങ്ങനത്തെ ഒരു യോഗം നടത്തിയിട്ടില്ല, ഞങ്ങളോട്ട് കണ്ടിട്ടുമില്ല, ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല. അല്ലാഹു തആല ഓലെ മനസ്സിലത് തോന്നിയിട്ടുണ്ടെങ്കിലും അത് പുറത്തോട്ട് പറയുമ്പോഴല്ലേ നമുക്കറിയുള്ളൂ. ഓലെ കൊണ്ടാണ് പറയിച്ചു അല്ലാഹു തആല. അവിടെ വന്ന അറബികൾ കുറേ ആളുണ്ട്, 10-20 ആൾക്കാർ ഈ മേഖലയിൽ തന്നെ ഉണ്ട്. അവർ ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം 13 ദിവസമാണ് താമസിച്ചത് നൈറോബി എന്നുള്ള ആൾക്കാർ, കിനി എന്നുള്ള ആൾക്കാർ, സുഡാൻ എന്നുള്ള ആൾക്കാർ. 13 ദിവസം നമ്മളെ കൂടെ. എന്നിട്ട് നമ്മളെ ഹദ്ദാദ്, നമ്മളെ പള്ളി ദർസുകളുടെ ശൈലി, ദാറുൽഹുദന്റെ ശൈലി, ജാമ്യന്റെ ശൈലി, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഒക്കെ കണ്ട് മനസ്സിലായി ഇതാ ഞങ്ങൾക്ക് വേണ്ടത്. അങ്ങനെയാണ് ഒരു തരാന്ന് പറഞ്ഞു 20 ഏക്കർ സ്ഥലം ജാമ്യൻ്റെ ഒരു ജൂനിയർ കോളേജ് തുടങ്ങാം. 2 മാസം കൊണ്ട് ഞങ്ങളെ വിളിച്ചു. ഞാനും ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളും പോയി കടലാസിൽ ഒപ്പുവെക്കാൻ. ഒരു തരുന്ന കടലാസിൽ 20 ഏക്കർ. അതിൻ്റെ അടുത്ത് 3.5 ഏക്കർ വേറെയുണ്ട്, ഒരു വലിയ അന്ത്യവിശ്രമം കൊള്ളുന്നതിൻ്റെ അടുത്ത്. ബന്ധപ്പെട്ടവർ പറഞ്ഞു ഇതിനോട് ചേർന്ന സ്ഥലം തന്നെ ഇത് തരാം, 3.5 ഏക്കർ സ്ഥലം. അപ്പോൾ 23 ഇനി അവിടെ സ്ഥലങ്ങളാണ്. എന്തിനാണ് ഇതൊക്കെ തന്നതെന്ന് ചോദിച്ചാൽ ദീന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഞാൻ ചെന്ന് നോക്കുമ്പോൾ അവിടെ വലിയ പണ്ഡിതന്മാരുണ്ട്. ഷെയ്ഖ് ഹദ്ദാദ് തങ്ങൾ അവിടെ വന്നിരുന്നു ദുബായിന്. അങ്ങനെ പലരും ജിഫ്രി തങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ സമസ്തയുടെ ഈ തർത്തീബ് മദ്രസ പഠനത്തിലും കോളേജ് പഠനത്തിലും ജൂനിയർ കോളേജുകളിലും കണ്ടപ്പോൾ അവർക്ക് തോന്നി നമ്മളതാ വേണ്ടത്. തുടങ്ങിക്കഴിഞ്ഞു. അപ്പം ഇത്ര കാലം ദീനിൻ്റെ മെസ്സേജ് ഇവിടുന്ന് മക്കത്തുനിന്നും മദീനത്തുനിന്നും യമനിന്നും അങ്ങോട്ട് പോയി. കുറച്ചു കാലം അവിടെ നിന്ന് ഇങ്ങോട്ട് വരട്ടെ, അള്ളാഹു എത്തിച്ചു തരട്ടെ. ഇപ്പം നമ്മളെ റിയാദിൽ ദീന് പഠിപ്പിക്കാനായി നമ്മളെ ഫൈലിമാർ പറയുന്നുണ്ട്. അവർ ആർക്കാ ക്ലാസ് എടുക്കുന്നത്? അവരവിടെ PhD ഉള്ള ഡോക്ടർമാർക്ക്, അതുപോലെ യൂണിവേഴ്സിറ്റിയിലെ ഉസ്താദുമാർക്ക് റിയാദിൽ വെച്ച് ക്ലാസ് നടത്തുന്നുണ്ട്. അപ്പോൾ അത് അള്ളാഹു നിശ്ചയിച്ചു. ആ നിശ്ചയിച്ച് ഒരു സ്ഥലത്തല്ല, പലയിടത്തും. എന്തിനാണ് ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ പഠിക്കണമെന്ന് നമ്മൾ കരുതിയിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ ആവശ്യം മനസ്സിലായത്. മഹ്ദിമാം വരുമ്പോൾ മഹ്ദിമാമിന് ഇംഗ്ലീഷ് പഠിപ്പിക്കാനല്ല, അത് നമ്മളാരും പഠിപ്പിക്കണ്ട. മൂപ്പര് വന്നിരുന്ന സ്ഥലങ്ങളിലൊക്കെ പല ഭാഷകൾ അറിയുന്ന ആൾക്കാരുണ്ടാവും. അവരൊക്കെ ഇത് സംസാരിക്കാൻ ഇതാവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ദാറുൽഹുദയിൽ തുടങ്ങിയത്, വളാഞ്ചേരിയിൽ തുടങ്ങിയത്. ജാമ്യയിലും ജൂനിയർ കോളേജുകൾ അടുത്ത കൊല്ലം മുതൽ ജാമ്യയ്ക്ക് വരാനായി. BA പാസ്സായവർ ഉടനെ MAയും. അതോടുകൂടി കിതാബുകളിൽ ഒരു കുറവുമില്ലാതെ അള്ളാഹു നമ്മുടെ ഉസ്താദന്മാരുടെ ഷെയ്ഖുന EK ഉസ്താദിൻ്റെയും അതുപോലെ ബാഫക്കി തങ്ങൾ ഇത് ആലോചിച്ചിട്ടുണ്ടോ എന്ന് അള്ളാഹു അല്ല. ഏതായാലും അള്ളാഹു തആല മൂപ്പരെ കൊണ്ട് തുടക്കം കുറിപ്പിച്ചു. ഞങ്ങൾക്കൊരു മഹാസംഭവമായി മാറി. ആ ഒരു വലിയ സംഘടനയിലെ ഒരു എളിയ പ്രവർത്തകനായി എന്നെ തെരഞ്ഞെടുത്തു. അതിൻ്റെ സ്വീകരണ യോഗത്തിലാണ്. അധികം പറയാൻ നേരമില്ല. ഈ പറഞ്ഞതിൽ നിന്ന് ബാക്കിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ പ്രാവശ്യമാണ് ഈ നൈറോബിയിൽ പോകുന്നതിന് മുമ്പാണ് ഞാൻ ആസ്ട്രേലിയയിൽ പോയത്. ഹോങ്കോങ്ങിൽ നിന്ന് 10 മണിക്കൂർ നിൽക്കാതെ പോകുന്ന ഫ്ലൈറ്റ്. അപ്പോഴാണ് ആസ്ട്രേലിയയിലെത്തുക, നൈറോബി, അവിടെ ഫിജിയിലെത്തുക. അവിടെയും 1 ഏക്കർ സ്ഥലത്ത് ജാമിയൻ്റെ കീഴിലൊരു സ്ഥാപനം, ഒരു ഇസ്ലാമിക് സെൻറ്റർ, സമസ്തൻ്റെ ഒരു ഓഫീസ്, ഒരു പള്ളി. അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ. ഇതൊക്കെ ഖിയാമത്ത് വരുന്ന സമയത്ത് അതിൻ്റെ മുമ്പായി എത്തിക്കാനുള്ളതാണ്.
നമുക്ക് ലഭ്യമാകാനുള്ളതാണ്. അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ. ഓരോ കാലം വരുമ്പോഴും അതിനനുസരിച്ചുള്ള ആൾക്കാരല്ല. ശംസുൽ ഉലമ വന്നപ്പോൾ അന്ന് ഏറ്റവും വലിയ തോതിലുള്ള ബിദഈ പ്രസ്ഥാനക്കാരുടെ ഓട്ടമാണ്. ആ ഓട്ടത്തിന് പിടിച്ചു കെട്ടാൻ ശംസുൽ ഉലമക്ക് കഴിഞ്ഞു. അത് ശിർക്കാണ്, ഇത് കുഫ്റാണ്, ഇങ്ങനെ പറയുന്ന കാലത്ത് അത് പറയാത്തൊരവസ്ഥ. ആ പറഞ്ഞ ആളുകളൊക്കെ ഇപ്പോൾ എവിടെ പോയി എന്നറിയില്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് മസല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പോഴാണ് സൈനുൽ ഉലമ വന്നത്. അദ്ദേഹത്തെ കൊണ്ട് എല്ലാവർക്കും മസല പറയാനും ചോദിക്കാനും ഒക്കെ ഉള്ള ഒരവസരം. പിന്നീട് അവരുടെ രണ്ടാളുടെയും ശേഷം പകരക്കാരെന്ന് പറയാൻ പാടില്ല. കസാര ഏതേ കിട്ടി ചെയ്തിരിക്കണ്ടേ, അപ്പോൾ ആ നിലക്ക് ആ കസാരയിൽ ഇരിക്കുന്നുണ്ട് എന്ന് മാത്രം. ആ കസാരയല്ല, അത് എന്നോ മാറ്റിപ്പോയിട്ടുണ്ട്. അവരിരുന്ന കസാര, ആ പദവി ഉണ്ടാകുമ്പോൾ ആ കസാര എന്ന് പറയാം. ഏതായാലും പട്ടിക്കാട് ജാമിയ നൂരിയിൽ ഞാൻ ചെല്ലുമ്പോൾ 800 ആളാണ് ഫൈസിമാരായിട്ടുള്ളത്. ഇപ്പോൾ 7000-ഓളം ഫൈസിമാരായി. അപ്പോൾ അതൊക്കെ നമ്മളോട് ബന്ധപ്പെട്ടവരാണ്, ഒക്കെ നമ്മളെ ശിഷ്യന്മാരാണ്. അവരുടെയൊക്കെ ദുആ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ദുആ തന്നെയാണ് ഞാൻ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. വന്നെത്തിയത് വൈകിയാണെങ്കിലും ഖൈറായ ദിവസത്തിലാണ് നമ്മൾ വന്നെത്തിയിട്ടുള്ളത്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. നിങ്ങൾ നൽകിയ ഈ സ്വീകരണത്തിന് ഞാൻ നന്ദി പറയുന്നു. ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ, ഈ മെസ്സേജ് ലോകത്ത് മുഴുവനും എത്തിക്കാൻ ശംസുൽ ഉലമയുടെ മക്കൾക്കും പേരമക്കൾക്കും സാധിക്കും. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളോട് നന്ദി പറയുന്നു, ദ്വാരക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ആ ദുആ കൊണ്ട് ഒരുപാട് മെച്ചം എനിക്ക് കിട്ടും. എനിക്കല്ല, അത് ശംസുൽ ഉലമക്കും ഒരു കൈസഹായമാണ്, സൈനുൽ ഉലമക്കും ഒരു കൈസഹായമാണ്, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾക്കും സഹായമാണ്. എപ്പോഴും നമ്മൾ വരക്കത്തങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അത് വലിയൊരു ഭാഗ്യമല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദ്വാരുന്നതാണ്, ഒലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. വരുന്ന തലമുറകളിൽ എന്നെപ്പറ്റി നല്ലത് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകണം തമ്പുരാനെ. ഇബ്രാഹിം നബിനെ പറ്റി ജൂതന്മാർ പറയും ഞങ്ങളാളാണ്, നസ്രാണികൾ പറയും നമ്മളാണ്. നമ്മൾ പിന്നെ ഏതായാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മില്ലത്തുമായി തുടർന്നവരാണല്ലോ. എല്ലാവരും ഓപ്പറേഷനിലൊക്കെ ഞങ്ങളെ വാപ്പ, ഞങ്ങളെ വല്ലിപ്പ, അങ്ങനെ പറയാം. അപ്പം എന്നതുപോലെ ഈ കാണുന്ന ലക്ഷക്കണക്കിലുള്ള ഉസ്താദുമാർ, 1.25 മില്യൺ വരുന്ന മുതഅല്ലിമീങ്ങൾ, ഇപ്പോഴുള്ള മുതഅല്ലിമീങ്ങളെ കഴിഞ്ഞ് പഠിച്ചു പോയത് വേറെ, അതിൻ്റെ എണ്ണം വേറെ ഉണ്ട്. ഇപ്പം പഠിക്കണതാ പറഞ്ഞത്. ജാമ്യയിൽ നിന്ന് പാസ്സായ ആളുകൾ, ജാമ്യയിൽ നിന്ന് പഠിച്ചിട്ട് പിന്നെ അവിടുന്ന് പോയിട്ട് പാസ്സായി. ഞാൻ ജാമ്യയിൽ ചെന്നപ്പോൾ അവിടെ പഠിച്ചിരുന്ന പല ആളുകളും കോഴിക്കോട് മാത്രമല്ല, കോഴിക്കോടും ഏലംകുളത്തും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും എൻ്റെ ശിഷ്യന്മാരായിരുന്ന അവർ നാട്ടിൽ കല്യാണം ചെയ്തിട്ട് മക്കളുണ്ടായി. ആ മക്കൾ ഇപ്പോൾ ജാമ്യയിൽ വന്ന് പാസ്സായിപ്പോയി. വലിയൊരു നിയമത്തല്ലേ, വല്ലിപ്പായി. അല്ലാഹു തആല ഈ നിയമത്ത് നിലനിർത്തി തരുമാറാണ്. അതിലേക്കാണ് നിങ്ങളുടെ ദുആ ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ ഈ പ്രസ്ഥാനം, സുന്നത്ത് ജമാഅത്ത് എന്നുള്ള പ്രസ്ഥാനം ലോകത്ത് മുഴുവനും എത്തണം. അതിന് ശംസുൽ ഉലമയുടെ മക്കൾക്കും പേരമക്കൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരുപാട് ആളുകൾക്ക്, നമുക്ക് സ്വന്തം നിലയിലും ഈയിടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കാനുണ്ട്. നമ്മുടെ ഒരു പ്രവർത്തകൻ്റെ ഉമ്മ മരിച്ചൊരു കടലാസ് ഉണ്ട്. അത് അറിയുന്നത് പേരെന്താ പറഞ്ഞത്? ആദ്യത്തെ കടലാസുണ്ട്, ജലാൽ മൗലവിൻ്റെ ഉമ്മ. അതിൻ്റെ പേരെന്താണ്? ഏതായാലും അവർ ഇപ്പം ഈ പുണ്യമായ ദിവസത്തിലാണ് വഫാത്തായത്. ഇതിനു മുമ്പ് ഞാൻ ഖാലിയായ സ്ഥലത്തിനടുത്ത് നോമ്പ് വറക്കാൻ പോണ സമയത്ത് എന്താ സംഭവിച്ചെന്നറിയാല്ല, മരണത്തിനൊരു കാരണം അല്ലാഹു വെച്ചു. 6 ഒരു വീട്ടിൽ നിന്ന് മരിച്ചു. എന്നെ അങ്ങോട്ട് ക്ഷണിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ആ സ്ഥലത്ത് അദ്ദേഹം പെട്ടെന്ന് ദുബായിൽ നിന്ന് ഇങ്ങോട്ട് പോയത്. ഇനിയിപ്പോൾ പോണോ പോണ്ടേ വെച്ചിട്ട് ആലോചിക്കുകയാണ് ഞാൻ. അപ്പോൾ ആ നിലക്ക് മരണം അങ്ങനെ അല്ലാഹു തആല ആഫത്തുകളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും മരണങ്ങളെ തൊട്ടും നാം എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. മരിച്ചവരുടെ ഖബറിനെ അല്ലാഹു സ്വർഗത്തിൻ്റെ പൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ.